അതെ അതെ, ഹാഷിറിന്റെ ഒക്കെ അഭിനയല്ലേ, സെറ്റ് സൂപ്പർ സാധനം. എല്ലാരും കണ്ടോ? അതിൽ പറഞ്ഞ പോലെ ബയോപിക് ഓഫ് അതെ, എല്ലാരും കണ്ടോളൂ. സെക്കൻഡ് പാർട്ടിന് മസ്റ്റ് വെയിറ്റിംഗ് ആണ് ഞങ്ങള്. സാധനം സൂപ്പർ ആയിട്ടുണ്ട്. പറ്റും. ഭയങ്കര ഭയങ്കര കണക്ഷൻ കിട്ടും, ഒന്നും പറയാനില്ല. അടുത്ത് എന്റെ ഒരു വീക്കിൽ കണ്ടിരിക്കാം. കിടിലം പടം. അത് ട്രെയിലർ കാണിക്കുന്ന ബോയ്സിന്റെ ആ കഥയാണ് ഫുള്ളായിട്ട് വരുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി ആയാലും ലാസ്റ്റ് ഇമോഷൻ ആക്കും. അടിപൊളി പടം, ഫുള്ളി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഫുൾ കോമഡി. അതെ, ആഷറിന് അടിപൊളി അഭിനയം. ആളെ നമ്മുടെ യൂട്യൂബിൽ കാണുന്ന അതേ ഒരു പ്രസൻസ് ആണ്. നല്ല രസമുണ്ടായിരുന്നു. ജോമോൻ ജോദർ, ബാക്കിയുള്ള ആക്ടേഴ്സ് എല്ലാം തന്നെ നല്ല അഭിനയമായിരുന്നു. അവരുടെ ഇമോഷണൽ ട്രാക്കും ഫൺ ട്രാക്കും എല്ലാം തന്നെ നല്ലതായിരുന്നു. രസമായിരുന്നു. നല്ല നല്ല പടമായിരിക്കും. ഔട്ട് ആൻഡ് ഔട്ട് കോമഡി എല്ലാം ഉണ്ട്. ഇമോഷനും ഉണ്ട്, ഇതും ഉണ്ട്. കോമഡിയും ഉണ്ട്, ഇമോഷനും ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ബോയ്സിന് ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. എല്ലാം നമ്മുടെ യൂത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു പടമാണ്. യൂത്തിന് വേണ്ടിയുള്ള ഒരു പടമാണ്. യൂത്തിന്റെ എല്ലാ ഫീലിങ്സും ഉൾക്കൊള്ളുന്ന ഒരു പടം. രക്ഷകർത്താക്കള്, കുട്ടികളുമായിട്ടുള്ള ബന്ധം, ഇപ്പോഴത്തെ ബന്ധം എങ്ങനെയാണ്, അതെങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഉള്ള ഒരുപാട് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. ഒരു അച്ഛൻ എന്ന നിലയിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടം, ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടം, എനിക്ക് എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കാൻ പറ്റിയ ഒരു പടം. അങ്ങനെ എല്ലാവർക്കും രസിക്കാനും സന്തോഷിക്കാനും ഒക്കെ എന്നാൽ കണ്ണ് നനയിക്കുന്നുമുണ്ട്. എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകൻ്റെയും അത് തന്നെ ആയിരിക്കും വികാരം. തിയേറ്ററിലൊരു ആവേശം, ഒരു ഉത്സവമാണ്. ഈ വിശേഷം യൂത്തിൻ്റെ ഒരു ആഘോഷം കൂടിയാണ് ഈ സിനിമ. അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കും. ഞാൻ അടിച്ചേൽപ്പിക്കുന്നില്ല, പക്ഷെ അതിൻ്റെ ഇടയിൽ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള രീതിയിൽ വായിച്ചെടുക്കാം. അല്ലെ ഇന്ന രീതിയിലെന്ന് പറഞ്ഞ് ഒരു ഉപദേശമൊന്നും നൽകുന്ന പടമൊന്നുമല്ല, അങ്ങനെ സന്ദേശമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോ സീനും നമുക്ക് അത് എങ്ങനെ വായിച്ചെടുക്കണം എന്നുള്ളത് അവരവർക്ക് തീരുമാനിക്കാം. ആലിമിക്ക് ശേഷം ഞങ്ങൾ മൂന്നുപേരും ഉള്ള ഒരു പടമാണ്. സന്തോഷമുണ്ട് ഇതിൻ്റെ പാർട്ടാവാൻ കഴിഞ്ഞതിൽ. അദ്ദേഹം പിന്നെ തൻ്റെ യവൻ നമ്മുടെ ജോമോൻ്റെ കുട്ടിക്കാലം ചെയ്തതാണ്. അപ്പോൾ വളരെ സന്തോഷം. നല്ല മെസ്സേജ് ഉണ്ട് ഈ പടത്തിൽ. എല്ലാവരും കാണുക. സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, ഫൈറ്റുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പടത്തിലുള്ള ഇടം നിങ്ങൾ കാണണം. അടിപൊളിയാണ്. ഭയങ്കര ഇമോഷണലി നല്ല കോമഡി എൻ്റർടൈൻമെൻറ്റ്, സൂപ്പർ പടം. എല്ലാവരും കാണും. ഞാൻ ഇന്നാണ് കാണുന്നത്, ഷൂട്ട് കഴിഞ്ഞിട്ടപ്പോൾ അടിപൊളി. ഭയങ്കര ചിരിയുണ്ട്, ഭയങ്കര സന്തോഷം. ആഷിറൊക്കെ ഇനി അടുത്ത സെക്കൻഡ് പാർട്ടുണ്ട്. ആഷിർ അടിപൊളി പടമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. ഇപ്പൊ തന്നെ കോളേജിലുള്ളവർക്കും എല്ലാ ഏജിലുള്ളവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഹാഷിർ പൊളിച്ച് അത് എടുത്ത് പറയണം. സീൻ എല്ലാവരും ഹാഷിർ ചെറിയ പോർഷനാണ്, പക്ഷെ ഹാഷിറിന്റെ പോർഷൻ ഭയങ്കര കൈയടിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 10 ദിവസം ഉണ്ടായിരുന്നു. അത്രയും ഞാൻ എന്തിനു പറയാ, എല്ലാരും കയറി കാണണം. എല്ലാരും റിലേറ്റബിൾ ആയിട്ടുള്ള ലൈഫ് വോയിസ് എല്ലാവരും യൂത്ത് കയറി കാണണം. പടം നന്നായിട്ടുണ്ട്, അടിപൊളിയാണ്. ഇതിലിപ്പം എൻ്റെ അച്ഛൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ കസിനൊക്കെ ഉണ്ട്. അപ്പം ഒരുപാട് സന്തോഷം അവരെയൊക്കെ സ്ക്രീനിൽ കാണാൻ പറ്റിയതിലും. പിന്നെ ഹാഷറൊക്കെ വന്ന പോർഷനൊക്കെ വേറെ ലെവലായിരുന്നു, ഒരു രക്ഷയില്ല. തിയേറ്ററൊക്കെ ഇളകി മറിയായിരുന്നു. പിന്നെ നല്ല സിനിമയാണ്. കാരണം വാഴ എന്ന് പറയുന്നത് അത്ര മോശമല്ല എന്ന്, വളരെ വേണ്ടപ്പെട്ട സാധനമാണെന്ന് വെച്ചാൽ ഒന്നിനും ഒരു വിലയില്ല എന്ന് പറയുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു സാധനവും ഒന്നും വിലയില്ലാത്തതല്ല എന്ന് പറയുന്നതാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പം ചിരിക്കാനും ചിന്തിക്കാനും ഒരുപാടുണ്ട്, ചിരിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പം ഇതെല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണണം, ഈ സിനിമ വിജയിപ്പിക്കണം എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.